നഴ്സുമാരുടെ സമരം പൊതുസമൂഹം ഏറ്റെടുക്കുന്നില്ലേ എന്നാണ് വോട്ടൻ ഡോക്ടർ ചോദിക്കുന്നത്. ആദ്യം യുവമോർച്ച നേതാവ് രാജേഷിലേക്ക്. ശ്രീ രാജേഷ്, ഇത് കേരളമല്ലേ എന്നാണ് വിളിക്കുന്ന പല ആളുകളും ചോദിക്കുന്നത്. കേരളത്തിൽ ചില മാനേജ്മെന്റുകൾക്ക് സമരം ചെയ്യുന്നവരെ അടിച്ച് എല്ലൊടിക്കുക, സമരം ചെയ്യുന്നവരെ പുറത്താക്കുക തുടങ്ങിയ നിലപാടുകളിലേക്ക് പോകാൻ സാധിക്കുന്നത് ഇവിടെയുള്ള യുവജന സംഘടനകൾക്ക് ഒരു പ്രതിഷേധ കൂട്ടായ്മ പോലും ഈ പറയുന്ന ആശുപത്രികളുടെയോ മാനേജ്മെന്റുകളുടെയോ മുന്നിൽ നടത്താൻ സാധിക്കാത്തതുകൊണ്ടല്ലേ? പ്രകാശ് ഇവിടെ പറഞ്ഞതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ടെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിന്റെ ഒരു സാഹചര്യം നോക്കിയാൽ ഇവിടെ ഏറെക്കുറെ മെഡിക്കൽ കോളേജുകൾ നടത്തുന്നതൊക്കെ തന്നെ സാമുദായിക സംഘടനകളാണ്. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് സാമുദായിക സംഘടനകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ അവരുടേതായ ഒരു സ്വാധീനമുണ്ട്. മൊത്തത്തിൽ ഇത് ഗവൺമെന്റിന്റെ ഒരു പരാജയം തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 18,000 രൂപ 16,000 രൂപ അടിസ്ഥാന ശമ്പളം നഴ്സുമാർക്ക് കിട്ടുമ്പോഴേക്ക് കേരളത്തിൽ 4,500 5,000 രൂപയാണ് കിട്ടുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ പൊതുവികാരം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നഴ്സുമാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഡ്രൈവർമാർ പണിമുടക്കുന്നത് പോലെയോ മറ്റ് വ്യാപാരി വ്യവസായികൾ സമരം നടത്തുന്നത് പോലെയോ പെട്ടെന്ന് ഒരു സമരത്തിലേക്ക് നഴ്സുമാരും ഡോക്ടർമാരും പോകുന്നത് നമ്മുടെ സമൂഹത്തെ ആകെ തന്നെ തകിടം മറിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇനിമ പോലും കഴിഞ്ഞിട്ട് കിടന്ന ആ അവസ്ഥയിൽ കിടന്ന രോഗികൾ കിടക്കുന്ന സമയത്താണ് നഴ്സുമാർ പണിമുടക്കിയതെന്നാണ്. അത്തരത്തിലുള്ള സമരപരിപാടികളെ നമുക്ക് യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ആ സമയത്ത് തന്നെ നഴ്സുമാരെ ആ വികാരത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ മാനേജ്മെന്റ് മുഷ്കുപയോഗിക്കുന്നത് ശക്തമായിട്ട് ചേർക്കേണ്ടതാണ്. അതാണ് നിലപാട്. ശ്രീ ഹൈബി ഈഡൻ MLA ടെലിഫോണിൽ. ശ്രീ ഹൈബി ഈഡൻ, നഴ്സുമാരുടെ സംഘാടനത്തിനായും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായും വ്യക്തിപരമായ നിലയിൽ താങ്കൾ ഇടപെട്ടിട്ടുണ്ട് എന്നറിയാം. പക്ഷേ ഒരു സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ ഒന്നും ഈ വിഷയം ഏറ്റെടുക്കാനോ വലിയ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാനോ സാധിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നഴ്സുമാർ സമരം ചെയ്യുമ്പോൾ അവർ ആശുപത്രികൾക്കകത്ത് തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ സാഹചര്യം കൂടി കണ്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സാമുദായിക സംഘടനകളും മത നേതാക്കളും ഒക്കെ ആശുപത്രികൾ നടത്തുന്നത് കൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. ഒന്ന്, ഇതിൽ പറയുന്നതിലെ കുറച്ച് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം, കേരളത്തിൽ ഒരു ഏകീകൃത സ്വഭാവം നഴ്സുമാർ സംഘടിക്കുന്നതിലില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പിൻബലം കൊണ്ടല്ല പലപ്പോഴും ഇവർക്കൊരു ഏകീകൃത സ്വഭാവം രാഷ്ട്രീയ സംഘടനകളുടെ ബാനറിൽ INTUCയുടെ CITയുടെ മറ്റ് ബാനറിലല്ല ഇവർ സമരം ചെയ്യുന്നത്. ഇവിടെ എല്ലാം അപൊളിറ്റിക്കലായിട്ടുള്ള വിദ്യാർത്ഥിനികൾ, നഴ്സിംഗ് കഴിഞ്ഞ് വന്നവർ, പുതിയതായിട്ട് വരുന്ന കുട്ടികൾ, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ന്യായമായ മിനിമം വേജസിന് വേണ്ടി പല സ്ഥലങ്ങളിലും സമരരംഗത്തേക്ക് പോരാൻ നിർബന്ധിതരാകും. അതുകൊണ്ടിട്ടാണ് ഇതിന് പെട്ടെന്ന് അടിയന്തര അവർക്ക് ഏത് തരത്തിലൊരു സമരരംഗത്തേക്ക് കടന്നു വരണം, അതിനൊരു ക്രമമുണ്ടോ, നോട്ടീസ് സെർവ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ധാരണയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസും മറ്റു സംഘടനകളും